ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയും സച്ചിനെയും അതുപോലെ സുധീനെയാണ്. അങ്ങനെ നമ്മുടെ രേവതി സുധിയോട് പറയുകയാണ്, ഇനിയിപ്പം നമുക്ക് വീട്ടിൽ പോകാം, ഇതിൽ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല, എന്തിനാണ് വെറുതെ ഇതിൽ നടക്കുന്നത്, ഏതായാലും പിണക്കമൊക്കെ മാറിക്കഴിയുമ്പോൾ ആ ഒരു ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും ശ്രുതി വീട്ടിലേക്ക് തിരിച്ചു വന്നോളൂ, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടു കൂടി തന്നെ നമ്മുടെ സുധിയെ വിളിച്ച് കാറിൽ കയറ്റിയിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ സച്ചി കുത്തി കുത്തി ഓരോ വാക്കുകൾ പിന്നെയും സുധീനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നും കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഈ നമ്മുടെ സച്ചിയുടെ അനാവശ്യമായിട്ടുള്ള വർത്താനം കാണുമ്പം കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ തോന്നുന്നവരുണ്ട്. അത് സ്വാഭാവികമാണ്, എനിക്കും അങ്ങനെ തോന്നാറുണ്ട്, അങ്ങനെ തോന്നാത്തവരും ഉണ്ട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് ചെന്ന് കയറാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതിയോട് ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ. എന്നിട്ട് നീ തിരിച്ചു പോണം മോളെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയാണ്. എങ്ങോട്ടേക്ക്? ചന്ദ്രന്റെ അടുത്തേക്കും, അതായത് അവരുടെ വീട്ടിലേക്ക് തിരിച്ച് അയക്കുകയാണ്. ശ്രുതിക്കും നേരിട്ട് കണ്ടു മനസ്സിലായല്ലോ ശ്രുതിയുടെ ആ ഒരു വിഷമം എന്താണ്, എത്രത്തോളം ഉണ്ടെന്ന്. ഏതായാലും ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നേരെ നമ്മുടെ ശ്രുതിയും സച്ചി രേവതിയും കൂടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി കരഞ്ഞോണ്ടാണ് ചെല്ലുന്നത് ചന്ദ്രയുടെ അടുത്തേക്ക്. ശ്രുതിനെ കണ്ടില്ലമ്മേ, അവളെ കാണാൻ പറ്റിയില്ലമ്മേ, ഞങ്ങൾ അന്വേഷിച്ചു മടുത്തു, അവളെ കണ്ടില്ലമ്മേ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, മോനെ നീ കരയാതിരിക്കുക, ഞാൻ പറയുന്നൊന്നും നീ കേക്ക്. ഇല്ല വേണ്ട അമ്മയൊന്നും പറയണ്ട, എനിക്കറിയാം അവൾ എന്നെ ഉപേക്ഷിച്ച് പോയത് തന്നെയാ. ഞാനേ വലിയൊരു തെറ്റ് തന്നെ അമ്മ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു, പക്ഷെ ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. എനിക്ക് വയ്യ, ഞാൻ ഇനി എന്താ അമ്മ ചെയ്യേണ്ടത്? ഞാൻ വലിയൊരു മഹാഭാവമായി പോയല്ലോ ചെയ്തത്. അല്ലെങ്കിലും എല്ലാവരും പറയുന്നത് ശരിയാ, എനിക്ക് പെണ്ണുങ്ങൾ വാഴില്ല, അത് തന്നെ എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഏങ്ങിലടിച്ച് കരയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാ, നീ എന്തിനാണ് ആ പട്ടിയെ പോലെ കിടന്ന് മോങ്ങുന്നത്? നിനക്ക് വേറെ പണിയില്ലേ? നീ ഇങ്ങനെ മോങ്ങി കരഞ്ഞു നടക്കാന്? നീ തന്നെ ചെയ്തു വെച്ച ഓരോ കാര്യം അതുകൊണ്ട് നിന്റെ പെണ്ണുമ്പുള്ള പോയി. അതിനിപ്പോ എന്ത് ചെയ്യാനാ? നിനക്ക് കഴിവുണ്ടായിരുന്നില്ല നിന്റെ പെണ്ണുമ്പുള്ള പോവില്ലായിരുന്നു. അതെ, വെറുതെ താലി കെട്ടിയാൽ മാത്രം പോരടാ. വരുന്ന പെണ്ണുങ്ങൾക്ക് വയറു നിറയെ ആഹാരം കൊടുക്കാനുള്ള ഒരു കഴിവ് വേണം ഭർത്താക്കന്മാർക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചെന്നിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ മിണ്ടാതിരിക്കുക, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓരോന്ന് സംസാരിക്കുന്നത്? ഒരു പരിധിയില്ലേ എല്ലാത്തിനും, നീ മിണ്ടാതിരിക്കുക എന്ന് പറയാം. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വരികയാണ്. അപ്പൊ ശ്രീകാന്തും വർഷയും കൂടെ വരുന്നു. അപ്പൊ വർഷ വന്ന ഉടനെ വർഷയും പറയുന്നുണ്ട്, അനാവശ്യമായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത്? സുധിയേട്ടന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പോരെ ഈ ഒരു സംസാരമൊക്കെ എന്ന് പറയുമ്പോ, ഓ പിന്നെ നീ ആരാടി എന്നെ കയറി അങ്ങോട്ട് ഭരിക്കാൻ? നീ എന്തിനാ എന്നോട് സംസാരിച്ചോണ്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പോ ശ്രീകാന്ത് പറഞ്ഞു, അതെ ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ടും ഇവൾ ഈ വീട്ടിലൊരു അംഗമായതുകൊണ്ടും ഇവിടെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇവൾ ഇടപെടും. ഓഹോ മനസ്സിലായി, എല്ലാം ഇപ്പൊ ഒന്നായി, ഞാനിപ്പോ ഒറ്റയായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞിടാ, സച്ചി നീ മിണ്ടാതിരിക്കുക. എങ്ങനെയാ അച്ഛാ മിണ്ടാതിരിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോ എനിക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ കാലിന്ന് പെരുത്ത് കയറി വരിക. ഇവൻ കാരണം ഇവന്റെ ഭാര്യ പോയി, അതിന് ഞാൻ എന്ത് പിഴച്ചു? ഇവന് കഴിവില്ലാഞ്ഞിട്ട്, ഇവന് നട്ടലില്ലാഞ്ഞിട്ട്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഏതായാലും ശ്രുതി ഇതേ സമയം വീട്ടിൽ വന്നിരുന്നു. അങ്ങനെ ശ്രുതി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, സച്ചി നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. സച്ചി തിരിഞ്ഞു നോക്കി, നമ്മുടെ ശ്രുതിയും തിരിഞ്ഞു നോക്കി, രേവതിയൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോ എന്തേ നിൽക്കുന്നു ശ്രുതി. ഉടനെ നമ്മുടെ ശ്രുതി ഓടി ചെന്നിട്ട്, ശ്രുതി നീ വന്നോ, ശ്രുതി നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നിങ്ങനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി മാറി നിൽക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി മുമ്പിലേക്ക് കയറി വന്നിട്ട്, അതെ എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ഇനി മിണ്ടിപ്പോകരുത്. കാരണം എന്റെ ഭർത്താവ് എന്ത് ചെയ്തു എന്നോ, എന്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കുന്നു എന്നോ, ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എന്റെ ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെടും, ചിലപ്പം ജോലി കിട്ടും, ചിലപ്പോ ഉണ്ടല്ലോ എന്റെ ഭർത്താവ് എന്തും ചെയ്തെന്ന് വരും, അത് ഞാൻ സഹിച്ചോളാം. പിന്നെ എന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നതിന് ഒരു പരിധിയുണ്ട്. കുറെ നേരമായിട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുക, കേട്ടോണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ശ്രുതി, എന്റെ ഭർത്താവ്, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തീർത്തോളാം. പിന്നെ ഇപ്പോഴെന്നല്ല,
ഒരിക്കലും ഇനി സുധിയുടെ കാര്യത്തിൽ ഇടപെടാൻ വരാൻ പാടില്ല. ഇത് എന്റെ ഭർത്താവാണ്. അതുമല്ല, അച്ഛനോ അമ്മയ്ക്കോ ഇടപെടാം, കാരണം അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അതിനുള്ള അവകാശം താങ്കൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഇനി സുധീനെ കുറ്റം പറയോ, സുധീനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോണ്ട് എന്റെ അടുത്ത് വന്നാല് സത്യമായിട്ട് ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോവും, സുധിയെയും കൂട്ടി എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു, ഏതായാലും നന്നായി ശ്രുതി ചേച്ചി ഈ പറഞ്ഞത്. കാരണം ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കണം, അല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഇടനിലക്കാരിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി തീർക്കേണ്ട കാര്യമില്ലെന്ന്. ഇത് കേട്ടത് നമ്മുടെ രേവതി പറഞ്ഞു, അല്ല അതെന്ത് വർത്താനാ പക്ഷേ നീ പറയുന്നത്? അല്ല ഇപ്പം ശ്രുതി പറഞ്ഞല്ലോ ഒരു ബന്ധവുമില്ല, ആ കാര്യത്തിൽ ഇടപെടരുത്, ഈ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഈ വീട്ടിലെ ഒരു അംഗം തന്നെയല്ലേ എന്റെ ഭർത്താവും. എന്റെ ഭർത്താവ് ഇടപെട്ടാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ എന്റെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ബാക്കിയുള്ളവരെല്ലാം ഇടപെടുന്നുണ്ടല്ലോ. അതുമല്ല എന്റെ ഭർത്താവ് കള്ളു കുടിച്ചാലോ, എന്റെ ഭർത്താവ് എന്നോട് വഴക്കുണ്ടാക്കിയാലോ ഒക്കെയോ ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ പ്രശ്നമാണല്ലോ. പിന്നെന്താ ഇതിന് മാത്രം എന്റെ ഭർത്താവ് ഇടപെടാൻ പാടില്ലെന്ന് പറയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി പറയുന്ന കേക്ക്. നിങ്ങൾക്ക് മാത്രമല്ല നാക്കുള്ളത്, എന്റെ ഭാര്യയ്ക്കും നാക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു, സച്ചി അവര് പറയുന്നതിലും ഉണ്ടടാ കാര്യം. കാരണം അവര് ഭാര്യയും ഭർത്താവുമാണ്, അവര് തമ്മിലുള്ള പ്രശ്നം അവര് തമ്മിൽ തീർത്തോളൂ, നീ അതിൽ ഇനി ഇടപെടണ്ട. ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് ഒരു വാക്കേ ഉള്ളൂ, അത് പറഞ്ഞതാ, നീ ഇനി ഇടപെടാൻ പോകരുത്. അപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞത്, ഇല്ല ദേ ഈ നിൽക്കുന്ന ശ്രുതിയുടെ ഭാര്യയായ ശ്രുതിയുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടാൻ പോകുന്നില്ല. പക്ഷേ എന്റെ ഏട്ടന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാലോ, എന്റെ ശ്രുതി ഏട്ടന്റെ കാര്യത്തില്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, കണ്ടില്ലേ അവന് ഓരോന്ന് പറഞ്ഞ് തട്ടിക്കേറുന്നത് കണ്ടില്ലേ, അവന ഇത്രയും വരുത്തി വെച്ചത്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മിണ്ടാതിരിക്കും ശ്രുതി, നിങ്ങൾ ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കാതെ. ഇപ്പൊ ഏതായാലും ശ്രുതി ഇവിടെ വന്നു, നിങ്ങൾ 2 റൂമിൽ പോ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു തീർക്ക്, അല്ലാതെ ഇനി അതിവിടെ സംസാരിക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശ്രുതിയും പറയാ, അതാ അച്ഛാ ശരി, ഇനി ഞങ്ങളുടെ പ്രശ്നം ഇവിടെ സംസാരിക്കാൻ പാടില്ല. ഇതിന്റെ പേരിൽ ശ്രുതി ആരെങ്കിലും കളിയാക്കുകയോ അല്ലെങ്കിൽ കുത്തി വേദനിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ സംഭവിക്കുകയുള്ളൂ, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ചിലപ്പോൾ അത് ശ്രുതിനെയും കൂട്ടിയായിരിക്കും. എല്ലാ മക്കളും ഒരുമിച്ച് ഇവിടെ കഴിയണം എന്നാണ് നിങ്ങൾക്കൊക്കെ ആഗ്രഹമെങ്കിൽ ഈ സച്ചിയോട് പറഞ്ഞ് ഇനിയെങ്കിലും എന്റെ ശ്രുതിയെ ശല്യപ്പെടുത്താതെ, ശ്രുതിയെ വേദനിപ്പിക്കാതെ, ശ്രുതിയെ കളിയാക്കാതെ ഈ വിഷയം ഇവിടെ കൊണ്ടുവരാതിരിക്കണം. അപ്പോഴത്തേക്കും വർഷയും പറയാം കേട്ടോ, അത് ശരിയാ, ഞാനും അത് തന്നെയാ പറയുന്നത്, ഇനി ഈ വിഷയം ഇവിടെ എടുത്തിടരുത്, ഇവിടെ കൊണ്ട് ഈ വിഷയം സ്റ്റോപ്പ് ആക്കണം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി പറഞ്ഞത് കേട്ടല്ലോ, ഞാനാ നിന്നോട് പറയുന്നത്, ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയോ ഇത് ഇനി ഇവിടെ ആവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഈ അച്ഛനെ നിനക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ, അച്ഛനെ നിനക്ക് അനുസരണ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ കേട്ടോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഒന്നും പിന്നെ മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ ഏതായാലും നമ്മുടെ സച്ചിയുടെ വഴിക്ക് പോയി, രേവതി അടുക്കളയിൽ പോയി, വർഷയും ശ്രീകാന്തും അങ്ങ് പോയി, രവീന്ദ്രനും അങ്ങ് പോയി. പിന്നെ അവിടെ ഉള്ളത് ശ്രുതിയാണ്. ശ്രുതി ഇങ്ങനെ നിൽക്കാം. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്ര ചെന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നിൽക്കാറാ, നീ ചെല്ല്, അവളുടെ അടുത്ത് ചെന്നിട്ട് നീ സമാധാനിപ്പിക്കാൻ നോക്ക്. അത് പിന്നെ ഞാൻ എങ്ങനെയാ അമ്മയെ പോയി സമാധാനിപ്പിക്കുന്നത്? വാ, അമ്മയും കൂടെ വാ. എടാ നീ ചെല്ലടാ, ചുമ്മാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, നീ ഏതായാലും ഇത്രയും വരുത്തി വെച്ചു, ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ട് പെരുമാറി, നീ ചെല്ല് അവളുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ശ്രുതി പറയാ, ശ്രുതി മാപ്പ്, ശ്രുതി എന്നോട് ക്ഷമിക്ക് ശ്രുതി, ഞാൻ എന്ത് ചെയ്യാനാ, പറഞ്ഞല്ലോ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് കള്ളം പറയില്ല, ഒരിക്കലും കള്ളം പറയില്ല. നീ ഇവിടുന്ന് പോയപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ, ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാമോ, ഒരു നിമിഷം ഞാൻ അല്ലാതായിപ്പോയി, എനിക്ക് ചത്താ കൊള്ളാന്ന് വരെ ഉണ്ടായിരുന്നു, അതുപോലെ ആയിപ്പോയി, എന്നോട് പൊറുക്ക്, എന്നോട് ക്ഷമിക്ക് എന്നും പറഞ്ഞ് ഇങ്ങനെ ചെന്ന് കാലയിൽ ഇങ്ങനെ പിടിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മനസ്സൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അലിയാണ്. ശ്രുതി പറഞ്ഞു, ശ്രുതി ഒന്ന് മനസ്സിലാക്കണം, ശ്രുതി സത്യത്തിൽ എന്നെ മനസ്സിലാക്കിയിട്ടില്ലാഞ്ഞിട്ടാണ് ശ്രുതി എന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. ശ്രുതി, ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിട്ടാ നിന്റെ കൂടെ ഞാൻ വന്നത്, നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുമല്ല, നിനക്ക് ജോലി ഇല്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്, അത് നിനക്കറിയാലോ. എന്നിട്ട് ഞാൻ നിനക്ക് ജോലി കണ്ടുപിടിച്ചു തന്നു, എന്നിട്ട് നിന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാല് ഞാൻ നിന്നെ തള്ളിക്കളയുന്നു നീ വിചാരിച്ചോ? ഒരിക്കലും ഞാൻ നിന്നെ തള്ളിക്കളയില്ലായിരുന്നു. നീ അന്ന് എന്നോട് ജോലി നഷ്ടപ്പെട്ട കാര്യം വന്ന് പറയുകയായിരുന്നുവെങ്കിൽ അന്ന് നമ്മൾ വേറെ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചേനെ. ഇതിപ്പം ഒരു 3-4 മാസമല്ലേ നീ എന്നെ പറ്റിച്ചത്, അതും നീ സത്യങ്ങളെല്ലാം നിന്റെ അമ്മയോട് പറഞ്ഞു. അപ്പോഴും നീ അവിടെ എനിക്ക് ആ ഒരു വില പോലും തന്നില്ല. ആ വില പോലും നീ എനിക്ക് തരാത്തപ്പം പിന്നെ ഞാൻ നിന്നെ ഞാൻ എങ്ങനെ ഇനി വിശ്വസിക്കും? ഇല്ല ശ്രുതി, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, നീ എന്തു പറയുന്നോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഒരിക്കലും നീ ഈ വീട് വിട്ട് പോകരുത് ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങ് ചെന്ന് കരയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിനെ പിടിച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, വേണ്ട, കരയൊന്നും വേണ്ട, എനിക്ക് ഏതായാലും ആ ഒരു വിഷമത്തിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ, എനിക്കറിയാം
സുധിയുടെ വിഷമം എന്താണെന്നും എന്നെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് വിഷമം സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ആരാ ഉള്ളത് സുധി? എനിക്ക് ആരെങ്കിലും ഉണ്ടോ? അത് പിന്നെ നിനക്ക് നിന്റെ മലേഷ്യയിലെ അച്ഛനില്ലേ? അത് പിന്നെ മലേഷ്യയിലല്ലേ എനിക്ക് എന്റെ അച്ഛനുള്ളത്? ഇവിടെ എനിക്ക് ആരാ ഉള്ളത്? ആരെങ്കിലും ഉണ്ടോ? നിങ്ങളല്ലാതെ ആരെങ്കിലും എനിക്കുണ്ടോ ഇവിടെ? അപ്പൊ പിന്നെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോവോ? ഒരിക്കലും ഒരിക്കലും അങ്ങനെ പോവില്ല. ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ, ആ ഒരു സാഹചര്യം ഉണ്ടായിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാൻ പോയത്. ഏതായാലും ഇനി ഞാൻ പോവില്ല ഒരിക്കലും. സുധി എന്നോട് കള്ളം പറയാതിരുന്നാൽ മാത്രം മതി. കള്ളം പറഞ്ഞാല് അതെനിക്ക് താങ്ങില്ല. നമ്മൾ സ്നേഹിക്കുന്നവര് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, എന്റെ ഈശ്വര, ഞാൻ വലിയൊരു കള്ളമാണല്ലോ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അതിനുള്ള പ്രതിഫലം എനിക്ക് എന്തായിരിക്കുമോ കിട്ടുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞു, പ്രശ്നങ്ങളൊക്കെ തീർന്നു ഒതുങ്ങി, നേരം പരപരാ വെളുക്കുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുധി വീണ്ടും ജോലിക്ക് പോകാനല്ല, ജോലി തിരക്കി പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോഴത്തേക്കും സുധി ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ്, വെറുതെ ചുമ്മാ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് അങ്ങ് പോകുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, അതെ, ഞാൻ വേറെ ഷർട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ടോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ, ഹേയ് അതൊന്നും വേണ്ട ശ്രുതി, ഞാൻ ഇത് ഇട്ടോണ്ട് പോകണം, പ്രശ്നമൊന്നുമില്ല. ശ്രുതി പറയുന്നൊന്ന് കേക്ക്. ആ അയൺ ചെയ്ത ഒരു ഷർട്ടും ഒരു നല്ല ജീൻസ് ഉണ്ട്, ഏതായാലും ഇന്റർവ്യൂവിന് പോകുന്നതല്ലേ, അപ്പൊ അതിൻ്റെതായി ഇതിന് പോണ്ടേ? വേണ്ട ശ്രുതി, എനിക്ക് ഇത് മതി. ദേ, ഞാൻ മര്യാദയ്ക്ക് പറയുന്നതാ, മര്യാദയ്ക്ക് പറഞ്ഞത് കേട്ടോ, ഇട്ടിട്ട് പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സുധി പേടിച്ചു പോയിട്ടോ. സുധി നേരെ കയറി ചെന്നു. അപ്പോഴത്തേക്കും ഷർട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു, എന്തു പറ്റി? ഞാൻ ദേഷ്യപ്പെട്ടതുപോലെ സുധിക്ക് തോന്നിയെങ്കിൽ സോറി, പെട്ടെന്ന് ഞാൻ ദേഷ്യം വന്നപ്പോ അങ്ങ് പറഞ്ഞതാ. ഏതായാലും ഇതൊക്കെ ഇട്ടിട്ട് പോക, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് പോ. ജോലി കിട്ടിയാ കിട്ടി, കിട്ടിയില്ല, അത്ര തന്നെ. പിന്നെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഒരാളുടെ കീഴിൽ ജീവിക്കുമ്പോഴേ, ഒരാളുടെ കീഴിൽ ജോലിക്ക് ചെല്ലുമ്പം നമ്മൾ പറയുന്നതല്ല അതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ അഭിപ്രായമല്ല അവിടെ നമ്മൾ പറയേണ്ടത്. അവർ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ കേട്ട് അവരുടെ രീതിയിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത്. അല്ലാതെ ചിലപ്പം സുധിക്ക് 100 അഭിപ്രായങ്ങൾ കയറി വരും. അത് ചിലപ്പോൾ നല്ല അഭിപ്രായങ്ങളും ആയിരിക്കാം, പക്ഷെ അതവർ നല്ല രീതിയിൽ കാണണമെന്നില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് സമീപനം പാലിച്ചു വേണം ജോലിക്ക് പോകാനായിട്ട്. ജോലി ചെയ്യുന്ന അവരെന്തൊക്കെ പറയുന്നോ അതൊക്കെ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് മനസ്സിലാക്കണം. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പം അങ്ങനെയാണ്. അതാ സുധിക്ക് പറ്റിപ്പോകുന്ന തെറ്റ്. നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉപദേശിച്ചിട്ടൊക്കെ ആട്ടോ വിടുന്നത് പുള്ളിക്കാരനെ. ഏതായാലും നമ്മുടെ സുധി പോകുന്നുണ്ട്. ഇനിയെങ്കിലും സുധി പഠിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അല്ലാതെ സുധി ഇനി ചെന്ന് എന്തെങ്കിലും അബദ്ധത്തിൽ ചാടുവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സുധി ഏതായാലും ഇവിടം കൊണ്ടൊന്നും നിർത്തുമെന്ന് തോന്നുന്നില്ല. സുധിയുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ സുധി ഇനിയും ഓരോ കള്ളങ്ങൾ പറയുകയോ ഉള്ളായിരിക്കും, കള്ളത്തരങ്ങൾ ചെയ്യുകയോ ഉള്ളായിരിക്കും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അനുഭവം ഗുരു എന്ന് പറയുന്ന പോലെ ഇതൊരു വലിയൊരു അനുഭവം തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ശ്രുതിക്ക്. ഇനി നമ്മുടെ ശ്രുതി ഇറങ്ങി പോയാലോ എന്നൊരു ചിന്തയും വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കള്ളത്തരമൊക്കെ പറയാതെ പോകുമായിരിക്കും. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഇനി നമ്മുടെ രേവതിയുടെ കഥയാണ് നമ്മൾ ഇനിയും അങ്ങോട്ടേക്ക് ഉള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. രേവതിയുടെ പൂക്കട എങ്ങനെയെങ്കിലും നമ്മുടെ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും അവിടെ നിന്ന് മാറ്റണം. അപ്പം അതിനു വേണ്ടിയുള്ള കുറച്ച് തത്രപ്പാടുകളാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വൈകിട്ട് പ്രമോവിശേഷം ഇടുന്നതല്ല, ഇന്നിപ്പോ ഉച്ചയ്ക്ക് ഇട്ടതുകൊണ്ട് വൈകിട്ട് നമ്മൾ പ്രമോവിശേഷം ഇടുന്നതല്ല കേട്ടോ. വൈകിട്ട് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും പ്രമോവിശേഷം മാത്രമേ ഇടുവുള്ളേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.